ഉമർ മൗലവിയുടെ റഹിമഹുല്ലാഹ് തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 606. സൂറത്തുൻ നഹൽ ആയത്തുകൾ 75 മുതൽ 89 വരെ. പേജ് നമ്പർ 953. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ضرب الله مثلا عبدا مملوكا لا يقدر على شيء ومن رزقناه منا رزقا حسنا فهو ينفق منه سرا وجهرا هل يستوون الحمد لله بل أكثرهم لا يعلمون. وضرب الله مثلا رجلين أحدهما أبكم لا يقدر على شيء وهو كل على مولاه أينما يوجهه لا يأت بخير هل يستوي هو ومن يأمر بالعدل وهو على صراط مستقيم. ولله غيب السماوات والأرض وما أمر الساعة إلا كلمح البصر أو هو أقرب وما أمر الساعة إلا كلمح البصر أو هو أقرب إن الله على كل شيء قدير. والله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون. ألم يروا إلى الطير مسخرات في جو السماء ما يمسكهن إلا الله إن في ذلك لآيات لقوم يؤمنون. والله جعل لكم من بيوتكم سكنا وجعل لكم من جلود الأنعام بيوتا تستخفونها يوم ظعنكم ويوم إقامتكم ومن أصوافها وأوبارها وأشعارها أثاثا ومتاعا إلى حين. والله جعل لكم مما خلق ظلالا وجعل لكم من الجبال أكنانا وجعل لكم سرابيل تقيكم الحر وسرابيل تقيكم بأسكم كذلك يتم نعمته عليكم لعلكم تسلمون. فإن تولوا فإنما عليك البلاغ المبين. يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون. ويوم نبعث من كل أمة شهيدا ثم لا يؤذن للذين كفروا ولا هم يستعتبون. وإذا رأى الذين ظلموا العذاب فلا يخفف عنهم ولا هم ينظرون. وإذا رأى الذين أشركوا شركاءهم قالوا ربنا هؤلاء شركاؤنا الذين كنا ندعو من دونك
فألقوا إليهم القول إنكم لكاذبون وألقوا إلى الله يومئذ السلم وضل عنهم ما كانوا يفترون الذين كفروا وصدوا عن سبيل الله زدناهم عذابا فوق العذاب بما كانوا يفسدون ويوم نبعث في كل أمة شهيدا عليهم من أنفسهم وجئنا بك شهيدا على هؤلاء ونزلنا عليك الكتاب بيانا لكل شيء وهدى ورحمة وبشرى للمسلمين. ഉമർ മൗലവിയുടെ റഹിമഹുള്ള തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 607, സൂറത്തു നഹൽ ആയത്ത് 75, പേജ് നമ്പർ 953. ദറബല്ലാഹു മസലൻ, അല്ലാഹു ഒരു ഉപമ വിവരിക്കുന്നു. അബ്ദൻ മംലൂക്കൻ, ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു അടിമയെ. ലാ യഖ്ദിറു അലാ ഷൈഇൻ, യാതൊന്നിനും അവന് കഴിയുകയില്ല. പേജ് നമ്പർ 954. വമർ റസഖനാഹു മിന്നാ റിസ്ഖൻ ഹസന, നമ്മുടെ പക്കൽ നിന്ന് നാം വല്ല ഉപജീവനം നൽകിയ ഒരുവനും. ഫഹുവ യുൻഫിഖു മിൻഹു സിർറൻ വജഹ്റ, അങ്ങനെ അതിൽ നിന്നവൻ രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നു. ഹൽ യസ്തവൂൻ, ഇവർ രണ്ടു കൂട്ടരും സമമാകുമോ? അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. ഹൽ യസ്തവൂൻ എന്ന് കഴിഞ്ഞിട്ടുള്ള വിശദീകരണം രണ്ട് വ്യക്തികളെ ഒരു ഉപമയായി എടുത്തു കാണിക്കുന്നു. ഒരുത്തൻ ഒരു യജമാനന്റെ അടിമയാണ്, യാതൊന്നിനും കഴിവില്ല. മറ്റൊരുത്തൻ അള്ളാഹു നൽകിയ സമ്പത്ത് ധാരാളമായി ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവർ രണ്ടു കൂട്ടരും ഒരിക്കലും സമമാകുകയില്ല. ഈ സ്വതന്ത്രന്റെയും ആ അടിമയുടെയും അവസ്ഥകൾ തമ്മിൽ വളരെ വ്യത്യാസമുണ്ടല്ലോ. സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനും എത്ര കൊടുത്താലും തൻ്റെ ഖജനാവിൽ ഒട്ടും കുറവ് വരാത്തവനുമായ അള്ളാഹുവിനെ പോലെ യാതൊന്നും കഴിയാത്ത അവൻ്റെ അടിമയെ സമപ്പെടുത്തുന്നത് എന്തൊരു നീതികേടാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്നത് വിട്ടിട്ട് ഈ ഒന്നിനും കഴിയാത്തവരെ ആരാധിക്കൽ എത്ര വലിയ അക്രമവും വഴികേടുമാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിൻ്റെ അവകാശപ്പെട്ടതാണ്. വേറെ ആർക്കും അതിൻ്റെ അവകാശമില്ല. മറ്റു വല്ലവരെയും സംഗതി വശാൽ ആരെങ്കിലും സ്തുതിക്കുന്നുവെങ്കിൽ അയാൾ അതിന് യഥാർത്ഥ അവകാശിയല്ല. നാനാവിധ സ്തുതികൾക്കും യഥാർത്ഥ അവകാശി അള്ളാഹു ആകുന്നു. ബൽ അക്സറുഹും ലാ യഅലമൂൻ, എന്നാൽ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല. ആയത്ത് 76. വദറബല്ലാഹു മസലൻ, അള്ളാഹു ഒരു ഉപമ വിശദീകരിച്ചു. റജുലൈനി അഹദുഹുമാ അബ്കമു, രണ്ട് പുരുഷന്മാർ, അവരിൽ ഒരുവൻ ഊമയാണ്. ലാ യഖ്ദിറു അലാ ഷൈഇൻ, യാതൊന്നിനും അവന് കഴിവുണ്ടാകുകയില്ല. വഹുവ കല്ലുൻ അലാ മൗലാഹു, അവൻ അവൻ്റെ യജമാനന് ഒരു ഭാരമാണ്. ഐനമാ യുവജ്ജിഹു ലാ യഅതി ബിഖൈർ, യജമാനൻ അവനെ എവിടേക്ക് തിരിച്ചുവിട്ടാലും അവൻ യാതൊരു നന്മയും കൊണ്ടുവരികയില്ല. ഹൽ യസ്തവി ഹുവ വമൻ യഅ്മുറു ബിൽ അദ്ലി, അവനും നീതി കൽപ്പിക്കുന്ന ഒരുത്തനും സമമാകുമോ? വഹുവ അലാ സിറാത്തിൻ മുസ്തഖീം, അവൻ നേർവഴിയിലാണ് താൻ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ചിലരെ അള്ളാഹുവിനോട് സമമാക്കി ആരാധിക്കുന്നത് എത്ര വലിയ അബദ്ധമാണ്. അത് മഹാ തെറ്റാണെന്ന് വെളിവാക്കുന്ന ഒരു ഉദാഹരണം കൂടി അള്ളാഹു വിവരിക്കുകയാണ്. രണ്ട് മനുഷ്യന്മാരെ പറ്റി ചിന്തിക്കുക. ഒരുത്തൻ ഊമയാണ്, യാതൊരുവിധ കഴിവും അവനില്ല. തൻ്റെ യജമാനന് അവൻ വലിയ ഭാരമാണ്. ഏതൊരു കാര്യത്തിൽ അവനെ ഏർപ്പെടുത്തിയാലും യാതൊരു ഫലവും ഉണ്ടാകുകയില്ല. രണ്ടാമൻ ഇങ്ങനെയൊന്നുമല്ല. പേജ് നമ്പർ 955. നല്ല കാര്യവിവരമുള്ളവനാണ്, നീതി ജനങ്ങളോട് ആജ്ഞാപിക്കുന്നവനാണ്, നേർമാർഗം അവലംബിച്ചവനുമാണ്. ഈ രണ്ടാളുകൾ തമ്മിൽ സമമാകുമോ? അപ്പോൾ എല്ലാറ്റിനും കഴിവുള്ള സൃഷ്ടാവും കഴിവുകൾ ഉടമയാക്കാത്ത സൃഷ്ടിയും സമമാകുന്നത് എങ്ങനെ? ആയത്ത് 77. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യം അള്ളാഹുവിനാകുന്നു. അദൃശ്യമായ അറിവും അദൃശ്യമായ കഴിവും അള്ളാഹുവിന് മാത്രമാകുന്നു. ഇതിൽ നിന്നാണ് ആരാധനയുടെ അവകാശം സ്ഥാപിക്കപ്പെടുന്നത്.
അതുകൊണ്ട് അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. വമാ അംറു സഅതി ഇല്ലാ കലംഹിൽ ബസ്വരി ഔ ഹുവ അഖറബ്. അന്ത്യസമയത്തിൻ്റെ കാര്യം കണ്ണിമ വെട്ടുന്നത് പോലെയോ അഥവാ അതിനേക്കാൾ അടുത്തതോ ആണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിക്കുമ്പോൾ വലുതും ചെറുതും വ്യത്യാസമില്ല. നടക്കട്ടെ എന്ന് പറയും, അപ്പോൾ അത് നടപ്പിൽ വരും. ആയത്ത് 78. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും. നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു. ലാ തഅലമൂന ഷൈഅൻ. നിങ്ങൾക്ക് യാതൊന്നും അറിവില്ലാത്ത അവസ്ഥയിൽ. വജഅല ലകുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദത. നിങ്ങൾക്ക് അവൻ കേൾവിയും കണ്ണുകളും ഹൃദയങ്ങളും നൽകുകയും ചെയ്തു. ലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾ നന്ദി കാണിക്കുന്നവരാകാൻ വേണ്ടി. ഭൂമിയിൽ മനുഷ്യൻ ജനിക്കുമ്പോൾ യാതൊരുവിധ അറിവും ഇല്ലാത്ത അവസ്ഥയിലാണ്. പാൽ വായിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ കേട്ടും കണ്ടും ചിന്തിച്ചും മനുഷ്യൻ പഠിക്കുന്നു. കേൾവി, കാഴ്ച, മനസ്സ്, ചിന്ത ഇവയിലൂടെയാണ് മനുഷ്യൻ പഠിക്കുന്നതും വിശകലനം ചെയ്യുന്നതും പുതിയതിലേക്ക് എത്തുന്നതും. ചലനം, ശേഷി, കേൾവി, കാഴ്ച ഇവയില്ലാത്തവർക്കും ചിന്തയും ബുദ്ധിയും ഉപയോഗിച്ച് വലിയ കാര്യങ്ങൾ നിർവഹിക്കാനാകും. അതിനൊക്കെ അള്ളാഹു സൗകര്യം ചെയ്തു കൊടുത്തു. എന്നാൽ ജന്തുമൃഗാദികളുടെ സൃഷ്ടിപ്പിൽ തന്നെ അവയുടെ ജീവരക്ഷയ്ക്കും ആഹാര സമ്പാദനത്തിനും പാർപ്പിടം ഉണ്ടാക്കുവാനും മറ്റും ആവശ്യമായ കഴിവുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ കഴിവുകൾക്ക് പിന്നീടൊരു വളർച്ചയും ഉണ്ടാകുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ജീവികളും ഇന്നത്തെ ജീവികളും ഒരു വ്യത്യാസവും അവയുടെ ജീവിതത്തിൽ ഇല്ല, ഇനി ഉണ്ടാവുകയും ഇല്ല. എന്നാൽ മനുഷ്യൻ ഒന്നും അറിവില്ലാത്ത അവസ്ഥയിൽ നിന്ന് പഠിച്ചും പരിശീലിച്ചും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതിന് മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കൽ, അള്ളാഹുവിൻ്റെ ഓരോ അനുഗ്രഹവും മുറപ്രകാരം നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തലാണ്. നല്ലത് ചിന്തിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് നല്ല നിലയിൽ ജീവിക്കുക. അതാണ് ഇവിടുത്തെ നന്ദി. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് അവൻ്റെ ആത്മരക്ഷയ്ക്കും സമൂഹത്തിൻ്റെ രക്ഷയ്ക്കും ആവശ്യമായ വിഷയങ്ങൾ പഠിക്കൽ അനിവാര്യമാണെന്നിവിടെ ഉണർത്തിയിരിക്കുന്നു. ഇത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. മൃഗങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഇവിടെ അതായത് മനുഷ്യരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റു ജീവികളിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ തുലാം പരിമിതമാണ്. മനുഷ്യൻ്റെ കഴിവ്, ചിന്താശക്തി, വിവേചന ബുദ്ധിയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ലോകത്തെ തന്നെ പലതരത്തിൽ അവന് കീഴടക്കാൻ സാധിക്കുന്നു എന്നതാണ്. പേജ് നമ്പർ 956, ആയത്ത് 79. അലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫി ജവ്വിസ് സമാഇ. അന്തരീക്ഷത്തിൽ ദൈവിക നിയമങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടവയായ പക്ഷികളുടെ നേരെ അവർ നോക്കിയിട്ടില്ലേ? അള്ളാഹു പക്ഷികളെ സൃഷ്ടിച്ചു. അവ അന്തരീക്ഷത്തിൽ കൂട്ടം കൂട്ടമായി പറക്കുന്നു. ദേശാടന പക്ഷികൾ 10,000 കിലോമീറ്റർ താണ്ടി നടക്കുന്നു. ഉദാഹരണം, ആർട്ടിക് ടേൺ എന്ന പക്ഷി ശൈത്യകാലത്ത് ആർട്ടിക്കിൽ നിന്ന് പുറപ്പെട്ട് 17,000 കിലോമീറ്റർ ദൂരം പിന്നിട്ട് വേനലിൽ അന്റാർട്ടിക്കിലെത്തുന്നു. ഇത്രയും ദൂരം പറക്കുമ്പോൾ ഉറക്കിൻ്റെ സമയത്ത് ഉറങ്ങുന്നു. അപ്പോൾ ചിറകുകൾ ചലിക്കും, സഞ്ചാരം തടസ്സപ്പെടുന്നില്ല. കുറച്ചു കാലം കഴിഞ്ഞ് അവ തിരിച്ചും പറക്കുന്നു. മായും സിക്കുഹുന്ന ഇല്ലല്ലാഹ്. അവയെ അള്ളാഹു അല്ലാതെ പിടിച്ചു നിർത്തുന്നില്ല. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ. വിശ്വസിക്കുന്ന ആളുകൾക്ക് നിശ്ചയമായും ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. താഴേക്ക് വീണു പോകാതെ വായുവിൽ 1000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ദേശാടന പക്ഷികൾക്ക് എങ്ങനെ സാധിക്കുന്നു? വായുവിൻ്റെ പ്രത്യേകതയും പക്ഷികളുടെ ശരീരത്തിൻ്റെയും ചിറകുകളുടെയും പ്രത്യേകതകളും അതിന് സഹായിക്കുന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുത സംവിധാനങ്ങളാണിതെല്ലാം. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ, ഓഡിയോ നമ്പർ 608, സൂറത്തു നഹൽ, ആയത്ത് 80, പേജ് നമ്പർ 956. അല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ വിശ്രമ കേന്ദ്രമാക്കി തന്നു. വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂത. മൃഗങ്ങളുടെ തോലുകളാൽ നിങ്ങൾക്ക് അവൻ പാർപ്പിടങ്ങൾ തരികയും ചെയ്തു.
തസ്തഖിഫൂനഹാ യൗമ ളഅനികും വയൗമ ഇഖാമതികും. നിങ്ങളുടെ യാത്രാ ദിവസത്തിലും നിങ്ങളുടെ താമസ ദിവസത്തിലും നിങ്ങൾ അത് അനായാസം കൊണ്ടു നടക്കുന്നു. യാത്രയിൽ ചുമന്നുകൊണ്ടുപോയി വിശ്രമിക്കാൻ ഉദ്ദേശിക്കുന്നിടത്തേക്കുണ്ടാക്കുന്ന തോലിൻ്റെ തമ്പാണ് ഇവിടെ ഉദ്ദേശ്യം. വമിൻ അസ്വാഫിഹ, ചെമ്മരിയാടിൻ്റെ രോമങ്ങളിൽ നിന്നും, വ ഔബാരിഹ വ അഷ്ആരിഹ, ഒട്ടക രോമങ്ങളിൽ നിന്നും കോലാടിൻ്റെ രോമങ്ങളിൽ നിന്നും, അസാസം വ മതാഅൻ ഇലാഹീൻ, ഒരു കാലം വരെ ഉപയോഗിക്കാവുന്ന വീട്ടുപകരണത്തെയും ഉപഭോഗ സാധനങ്ങളെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പല വിധത്തിലുള്ള ഭവനങ്ങൾ നിങ്ങൾക്ക് അവൻ സൗകര്യപ്പെടുത്തി തന്നു. നിങ്ങളുടെ യാത്രയിലും താമസത്തിലും നിഷ്പ്രയാസം കൊണ്ടു നടക്കുന്ന ടെൻറ്റുകളും ഉണ്ടാക്കി തന്നു. അതിശൈത്യ മേഖലയിൽ ജീവിക്കുന്ന എസ്കിമോകളും ടിബറ്റ് പോലെ ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരും വസ്ത്രത്തിനും പാർപ്പിടത്തിനും ഇന്നും കന്നുകാലികളുടെ തോലും രോമവും ഉപയോഗിക്കുന്നു. മൃഗങ്ങളുടെ തോല് കൊണ്ടുള്ള ഒരു തരം വീടുകൾ തന്നു. ഇതിനു പുറമെ നിങ്ങൾക്ക് പുതയ്ക്കാനും വിരിക്കാനും ഉടുക്കാനും പറ്റിയ കമ്പിളി വസ്ത്രങ്ങളും അവൻ നിങ്ങൾക്ക് തന്നു. ഇതിനൊക്കെയും ഒരവസാനമുണ്ട്. പേജ് നമ്പർ 957, ആയത്ത് 81. വല്ലാഹു ജഅല ലക്കും മിമ്മാ ഖലഖ ദിലാല, അള്ളാഹു പടച്ച വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്കവൻ തണലുകളെ ഉണ്ടാക്കി തന്നു. മരത്തിൻ്റെയും ഉയർന്ന പർവ്വതത്തിൻ്റെയും തണൽ അള്ളാഹു ഏർപ്പെടുത്തിയതാണ്. വജഅല ലക്കും മിനൽ ജിബാലി അക്നാന, പർവ്വതങ്ങളിൽ നിങ്ങൾക്കവൻ അഭയകേന്ദ്രങ്ങൾ ഉണ്ടാക്കി തന്നു. വജഅല ലക്കും സറാബീല തഖീകുമുൽ ഹർറ, ചൂടിൽ നിന്ന് കാക്കുന്ന കുപ്പായങ്ങൾ നിങ്ങൾക്ക് അവൻ ഉണ്ടാക്കി തന്നു. വസറാബീല തഖീകും ബഅസകും, നിങ്ങളുടെ യുദ്ധകാഠിന്യത്തെ കാക്കുന്ന കവചങ്ങളും, പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി പോലെയുള്ളത്. കദാലിക യുതിമ്മു നിഅമതഹു അലൈക്കും, അപ്രകാരം അല്ലാഹു അവൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരും. ലഅല്ലക്കും തുസ്ലിമൂൻ, നിങ്ങൾ ആത്മാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെ അള്ളാഹു സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് വേണ്ടി മേൽ പറഞ്ഞതുപോലെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരികയും ചെയ്തിട്ടുള്ളതിനാൽ നിങ്ങൾ അള്ളാഹുവിന് ആത്മാർപ്പണം ചെയ്യുന്നവരാകണം. നിങ്ങളുടേതായി യാതൊന്നും നിങ്ങളുടെ പക്കലില്ല, വേറെ ആരുടേതും ഇല്ല. നിങ്ങളും നിങ്ങളുടെ പക്കലുള്ളതും അള്ളാഹുവിൻ്റേതാണ്. അതുകൊണ്ട് നന്ദിപൂർവം ഭക്തിപൂർവം എല്ലാം അള്ളാഹുവിന് അർപ്പിക്കുക. ആയത്ത് 82. ഫഇൻ തവല്ലൗ, എന്നാൽ അവർ പിന്മാറുന്ന പക്ഷം, ഫഇന്നമാ അലൈക്കൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ പ്രബോധനത്തിൻ്റെ ബാധ്യത മാത്രമേ നിനക്കുള്ളൂ. ആയത്ത് 83. യഅരിഫൂന നിഅമതല്ലാഹി സുമ്മ യുൻകിറൂനഹ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ അവർ അറിയുകയും പിന്നെ അതവർ നിഷേധിക്കുകയും ചെയ്യുന്നു. വഅക്സറുഹുമുൽ കാഫിറൂൻ, അവരിൽ അധിക പേരും നന്ദി കെട്ടവരാകുന്നു. കഫറ എന്ന വാക്കിന് അവിശ്വസിച്ചു, നിഷേധിച്ചു, നന്ദികേട് കാണിച്ചു എന്നീ അർത്ഥങ്ങളുണ്ട്. സർവ്വ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റേത് തന്നെ എന്ന് അവർ മനസ്സിലാക്കുന്നു. പക്ഷേ അവരുടെ നേർച്ചക്കാർക്ക് വേണ്ടി വഴിപാട് നടത്തിയപ്പോൾ അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്തിട്ടാണ് ഈ അനുഗ്രഹങ്ങൾ ലഭിച്ചതെന്ന് അവർ പറയും. ആ നേർച്ചക്കാർക്ക് അവർ നന്ദി പറയും, അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയില്ല. പേജ് നമ്പർ 958, ആയത്ത് 84. വയൗമ നബ്അസു മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദ, എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിക്കുന്ന ദിവസം. എല്ലാ സമുദായങ്ങളിലും അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടല്ലോ. ഓരോ പ്രവാചകനും അതാത് സമുദായത്തിന് വേണ്ടി സാക്ഷി പറയുവാൻ അള്ളാഹു നിശ്ചയിക്കുന്ന ഒരു ദിവസമുണ്ട്. സുമ്മ ലാ യുഅ്ദനു ലില്ലദീന കഫറു, നിഷേധികളായിട്ടുള്ളവർക്ക് പിന്നീട് അനുവാദം നൽകപ്പെടുകയില്ല, യാതൊന്നും പറയാൻ അനുവാദം കൊടുക്കുകയില്ല. വലാഹും യുസ്തഅതബൂൻ, പരിഹാരം ചെയ്യുവാൻ അവരോട് ആവശ്യപ്പെടുകയുമില്ല. കുറ്റം ചെയ്തു പോയതിന് പരിഹാരം ചെയ്ത് ഒഴിവാകുവാൻ അവർക്ക് സൗകര്യം കൊടുക്കുകയില്ല. അതിൻ്റെ സമയം കഴിഞ്ഞുപോയി. ആയത്ത് 85. വഇദാ റഅല്ലദീന ളലമുൽ അദാബ, അക്രമികളായിട്ടുള്ളവർ ശിക്ഷ കാണുമ്പോൾ ഫലാ യുഖഫഫു അൻഹും, അതവർക്ക് ലഘുവാക്കപ്പെടുകയില്ല. വലാഹും യുൻദറൂൻ, അവർ ഇട നൽകപ്പെടുന്നവരുമല്ല. ആയത്ത് 86. വഇദാ റഅല്ലദീന അശ്റകൂ ശുറകാഅഹും, ബഹുദൈവാരാധകരായിട്ടുള്ളവർ അവരുടെ പങ്കുകാരെ കാണുമ്പോൾ, ആരാധനയിൽ പങ്കുകാരാക്കിയവരാണിവിടെ ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥന, നേർച്ച, വഴിപാട്, സുജൂദ്, ബലി തുടങ്ങിയ ആരാധനകൾ അവർ അള്ളാഹുവിന് പുറമെ ആർക്കൊക്കെ ചെയ്തിരുന്നോ അവരെ ആരാധന ചെയ്തവർ കാണും.
ഖാലൂ റബ്ബനാ ഹൗലാഇ ശുറകാഉന അല്ലദീന കുന്നാ നദഉ മിൻ ദൂനിക്. അവർ പറയും, ഞങ്ങളുടെ റബ്ബേ, നിനക്ക് പുറമെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഞങ്ങളുടെ പങ്കുകാർ ഇവരാകുന്നു. ഷിർക്കിൻ്റെ ആരാധനയിൽ ഏറ്റവും പ്രധാനമായതും മറ്റ് ആരാധനകൾക്കെല്ലാം അടിസ്ഥാനമായിട്ടുള്ളതുമായ കാര്യമാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. അത് പ്രാർത്ഥനയാണ്. അവർ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു എന്നത് വൻ പാപമാണ്. പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങളും അവർ അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചു. നമസ്കാരം വരെ ചെയ്യുന്നുണ്ട്. മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ അടുപ്പവും പൊരുത്തവും സഹായം ലഭിക്കണമെന്നുള്ള പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ പല ആരാധനകളും ചെയ്യുന്നുണ്ട്. തീർത്ഥാടനം ചെയ്യുന്നുണ്ട്, ബലികർമ്മങ്ങൾ നടത്തുന്നുണ്ട്, അങ്ങനെ പലതും. അപ്പോൾ അവർ ഇവരുടെ നേരെ വാക്ക് ഉന്നയിച്ചു, ഇന്നക്കും ലക്കാദിബൂൻ, നിശ്ചയമായും നിങ്ങൾ കളവ് പറയുന്നവരാകുന്നു എന്ന വാക്ക്. പേജ് നമ്പർ 959. ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾ കൽപ്പിച്ചതോ അനുവദിച്ചതോ അല്ല. ഞങ്ങൾക്കിതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളിൽ കുറ്റം ചുമത്തുന്നത് കളവാണ് എന്ന് മറുപടി പറയും. ആയത്ത് 87. അന്ന് കീഴ്വണക്കം അള്ളാഹുവിനവർ സമർപ്പിക്കുന്നതുമാകുന്നു. ഈ സമർപ്പണം അനവസരത്തിലായിപ്പോയി. ഇപ്പോഴല്ല ഇത് ചെയ്യേണ്ടിയിരുന്നത്. അവർ കെട്ടിച്ചമച്ചു കൊണ്ടിരുന്നത് അവരെ വിട്ടുമാറിക്കളയുകയും ചെയ്തു. ഈ നേർച്ചക്കാർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നും മറ്റും അവർ പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ അടിസ്ഥാനരഹിതമാണ്. കളവ് പറയുകയാണ്. അവരുടെ പ്രതീക്ഷകളെല്ലാം വൃഥാവിലായി. വഴിപിഴച്ചവരിൽ ഒരു വിഭാഗം മരണസമയത്തും മരണാനന്തരവും ഖബറിൽ വെച്ചുള്ള മലക്കുകളുടെ ചോദ്യവേളയിലും മഹ്ശറിൽ നിൽക്കുന്നിടത്തും പുണ്യപാപ കർമ്മങ്ങൾ തൂക്കി നോക്കുന്നിടത്തും നരകത്തിൻ്റെ മേലെ സ്ഥാപിക്കപ്പെട്ട പാലം കടക്കുന്നിടത്തും ചുരുക്കത്തിൽ എല്ലാ വിഷമഘട്ടങ്ങളിലും മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ സഹായം ലഭിക്കുമെന്ന് പറയുന്ന അത്തരം പ്രതീക്ഷകളെല്ലാം പരാജയപ്പെടും. ആയത്ത് 88. അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹി, നിഷേധിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്തവരാരോ അവർ. സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബ്, അവർക്ക് ശിക്ഷയുടെ മേൽ ശിക്ഷ നാം വർദ്ധിപ്പിക്കുന്നതാണ്. ബിമാ കാനൂ യഫ്സിദൂൻ, അവർ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരുന്നത് നിമിത്തം. അവർ ആരെയെല്ലാം വഴിപിഴപ്പിച്ചോ, ആ പിഴച്ചവർ പിന്നീട് ആരെയെല്ലാം വഴിപിഴപ്പിച്ചോ അവരുടെ എല്ലാം കണക്കനുസരിച്ച് ശിക്ഷ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ആയത്ത് 89. വയൗമ നബ്അസു ഫീ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ അലൈഹിം മിൻ അൻഫുസിഹിം, ഓരോ സമുദായത്തിലും അവരുടെ മേൽ സാക്ഷിയായി അവരിൽ നിന്ന് തന്നെ ഒരാളെ നാം നിയോഗിക്കുന്ന ദിവസം. വജിഅ്നാ ബിക ഷഹീദൻ അലാ ഹൗലായി, ഇവരുടെ മേൽ സാക്ഷിയായി താങ്കളെ നാം ഹാജരാക്കുകയും ചെയ്യുന്ന ദിവസം. ഖിയാമത്ത് നാളിലെ ഗുരുതരാവസ്ഥയെപ്പറ്റി ഓർക്കുവാനും ജനങ്ങളെ ഓർമ്മപ്പെടുത്തുവാനും അള്ളാഹു കൽപ്പിക്കുന്നു. അന്ന് ഓരോ സമുദായത്തെപ്പറ്റിയും അവരുടെ റസൂൽ സാക്ഷി പറയും. ഈ സമുദായത്തെപ്പറ്റി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സാക്ഷി പറയും. പിന്നെ യാതൊരു കാരണവും പറയാൻ പഴുതുണ്ടാകുകയില്ല. വനസ്സൽനാ അലൈക്കൽ കിതാബ, നിനക്ക് നാം ഗ്രന്ഥം അവതരിപ്പിച്ചു. ഈ കിതാബിൻ്റെ ഉടയവൻ അള്ളാഹുവാണ്. അള്ളാഹു പ്രവാചകന് അവതരിപ്പിച്ചു കൊടുത്തതാണ്. അത് ഏറ്റുവാങ്ങി പ്രബോധനം ചെയ്യേണ്ട ചുമതലക്കാരനാണ് പ്രവാചകൻ. തിബിയാനൻ ലികുല്ലി ഷൈ, എല്ലാ സംഗതിക്കും വിശദീകരണമായിക്കൊണ്ടും. പേജ് നമ്പർ 960. ജനങ്ങൾ അറിഞ്ഞിരിക്കൽ ആവശ്യമായിട്ടുള്ള എല്ലാ മൗലിക വിഷയങ്ങളും വിവരിച്ചുകൊണ്ടാണിത് അവതരിപ്പിച്ചത്. വഹുദൻ, മാർഗദർശനമായിക്കൊണ്ടും. പുണ്യവും പാപവും സത്യവും അസത്യവും നീതിയും അനീതിയും രക്ഷാമാർഗവും അപകടമാർഗവും തിരിച്ചറിയാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക് ശരിയായിട്ടുള്ളത് കാണിച്ചു കൊടുക്കുന്ന നിലയിലാണ് ഈ കിതാബ് അവതരിപ്പിച്ചത്. വറഹ്മതൻ വബുശ്റാ ലിൽ മുസ്ലിമീൻ, ആത്മാർപ്പണം ചെയ്യുന്നവർക്ക് കാരുണ്യവും സന്തോഷ വാർത്തയുമായി കൊണ്ടും.